وعليكم بسم الله السلام. الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الإخوان وأخوات وأوصيكم وإياي أولا بنفسي بتقوى الله ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് റബ്ബിന് ഇഷ്ടമുള്ള പൊരുത്തമുള്ള ജീവിതം നയിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഒപ്പുകയാണ്, വസിയത്ത് ചെയ്യണം. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഈ എളിയ ശ്രമം അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ 70-ാമത്തെ അധ്യായം സൂറത്തുൽ മആരിജിലെ 16 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് 15 മുതൽ തന്നെ ജസ്റ്റ് ഒന്ന് ഓതി തുടങ്ങാം. ഖുർആനിൽ എല്ലാവരും ശ്രദ്ധയോടെ നോക്കണമെന്ന് ഓർമ്മപ്പെടുത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. كلا إنها لظى نزاعة للشوى تدعو من أدبر وتولى وجمع فأوعى إن الإنسان خلق هلوعا إذا مسه الشر جزوعا وإذا مسه الخير منوعا إلا المصلين الذين هم على صلاتهم دائمون. ഒന്നുകൂടിയും. كلا إنها لظى نزاعة للشوى تدعو من أدبر وتولى وجمع فأوعى إن الإنسان خلق هلوعا إذا مسه الشر جزوعا وإذا مسه الخير منوعا إلا المصلين الذين هم على صلاتهم دائمون. ഒതുമ്പം ശ്രദ്ധിക്കേണ്ടത് കല്ല ഇന്നഹ ലള. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കല്ല ജസ്റ്റ് ചെറിയ മദ്, ഇന്നഹ ഷദ്ദുൽ നൂനും മണിച്ചോദ, ലള ലള നസ്സാഅത ലിശ്ശവ ഐന് പറയുമ്പോൾ ശ്രദ്ധിക്കുക. ലിശ്ശവ വ തദ് തദ് ദാലിന് സുക്കൂൻ വരുമെന്ന് കട്ടി കൂട്ടി പറയാം. തദ് തദ്ഉ മൻ അദ്ബറ അദ്ബറ മൻ നൂനിനെ വെളിവാക്കി ഉച്ചരിക്കുക. മൻ അദ്ബറ വതവല്ല വജമഅ ഫഔഅ ജമഅ അതേപോലെ ഔഅ രണ്ടും ഐനായിട്ട് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ഇന്നൽ ഇൻസാന ഇന്ന ഷദ്ദുൽ നൂന് മണിച്ചോദ ഇൻസാന അവിടെ ഇഖ്ഫ ആണ്, അവ്യക്തമായിട്ടാണ് മണിക്കേണ്ടത്. ഇൻസാന ഖുലിഖ ഹലൂഅ ഹ എന്നുള്ളത് ശബ്ദം തൊണ്ടയിൽ തന്നെ വരേണ്ടതാണ്. ഖുലിഖ ഹലൂഅ ഹ ഹ എന്നാണ്. ഹാൽ ആരുത്, ഹ അല്ല, ഹ ആണ്. ഹ തൊണ്ടയുടെ ഏറ്റവും ലാസ്റ്റ് ആണ് ഹ. ഹലൂഅ അതിന് തൊട്ട് മുകളിലാണ് ഐന് വരിക. ഹലൂഅ إذا مسه الشر جزوعا وإذا مسه الخير منوعا. അതിൽ ഇദാ എന്നുള്ളത് ഇസാനും ഇദാനും ഉച്ചരിക്കാൻ പാടില്ല. ഇദാ ഇദാ നാവിൻ്റെ അറ്റത്ത് തന്നെ ഉച്ചരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞത് കല്ല ഇന്നഹാ ലള നസ്സാഅതൻ ലിശ്ശവ. അവിശ്വാസികളായ ആളുകൾ നരകത്തെക്കുറിച്ച്, അന്ത്യനാളിനെ കുറിച്ചൊക്കെ അവർ പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ
ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ശിക്ഷ വരികയാണെങ്കിൽ ആ ശിക്ഷയെ തടുക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല എന്നുള്ളതും, ഓരോരുത്തരും എങ്ങനെയെങ്കിലും ആ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് പ്രായശ്ചിത്തം നൽകിക്കൊണ്ടും അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ് നമ്മൾ അവസാനമായി പറഞ്ഞത്. അവർ അവരുടെ ഭാര്യയെയും അല്ലെങ്കിൽ ഭർത്താവിനെയും മക്കളെയും അവരെ എന്തൊക്കെ ഭൂമിയിലുണ്ടോ അതൊക്കെ മുഴുവനും പ്രായശ്ചിത്തം നൽകിക്കൊണ്ട് എങ്ങനെയെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കും എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതാണ് നമ്മൾ അവസാനമായി പറഞ്ഞത്. അള്ളാഹു പറഞ്ഞു, കല്ല, വേണ്ട, നിസ്സംശയം, ഇന്നഹ ലളാ, തീർച്ചയായും അത് ആളിക്കത്തുന്ന നരകമാകുന്നു. ലളാ എന്നുള്ളത് നരകത്തെക്കുറിച്ച് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. നസാഅത്തൻ ലിശവ, തലയുടെ തൊലി ഉരിച്ചു കളയുന്ന, ഊരിയെടുക്കുന്ന, കരിച്ചു കളയുന്ന അങ്ങനെയുള്ള ലളയാകുന്നു, നരകമാകുന്നു അത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പിന്നെ അള്ളാഹു അടുത്ത ആയത്തിലായിക്കൊണ്ട് പറയുന്നു, തദ്ഉ മൻ അദ്ബറ വതവല്ല. തദ്ഉ, ദഅ യദ്ഉ എന്ന് വെച്ചാൽ ക്ഷണിച്ചു, വിളിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അതേപോലെ പ്രാർത്ഥിച്ചു എന്നുള്ള അർത്ഥമുണ്ട്. ദഅ യദ്ഉ, ദുആ എന്നുള്ളത് അങ്ങനെ വരുന്നതാണ്. ദുആ, പ്രാർത്ഥന എന്നുള്ളത്. അതേപോലെ തന്നെ ദഅ യദ്ഉ, ക്ഷണിച്ചു, വിളിച്ചു എന്നുള്ളൊക്കെ അർത്ഥമുണ്ട്. നൂഹ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച്, നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുമ്പോൾ സൂറത്ത് നൂഹ് പറയുന്നുണ്ട്, ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. ദഅഉതു എന്ന് അവിടെ പ്രാർത്ഥിച്ചു എന്നല്ല, അവിടെ വിളിച്ചു എന്നുള്ളതാണ്. ഖാല, അദ്ദേഹം പറയാൻ, നൂഹ് അലൈഹി ഇസ്ലാം പറയാണ്, റബ്ബി, റബ്ബേ, ഇന്നി ദഅഉതു, തീർച്ചയായും ഞാൻ ക്ഷണിച്ചു അല്ലെങ്കിൽ വിളിച്ചു, എൻ്റെ ഖൗമിനെ, എൻ്റെ സമൂഹത്തെ ഞാൻ വിളിച്ചു, ലൈലൻ വനഹാറ, രാവും പകലും, രാവും പകലും മാറി മാറി ഞാൻ ക്ഷണിച്ചുകൊണ്ടിരുന്നു, വിളിച്ചുകൊണ്ടിരുന്നു. അവിടെ ദഅ യദ്ഉ. അപ്പൊ ഇവിടെയും അതേപോലെ തന്നെ അർത്ഥമാണ്. തദ്ഉ, അത് വിളിക്കുന്നു, അത് ക്ഷണിക്കുന്നു. എന്താണ് ക്ഷണിക്കുന്നത്? ലളയാണ് ക്ഷണിക്കുന്നത്. ഇപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്, മൻ അദ്ബറ, പിന്തിരിഞ്ഞു പോകുന്നവൻ, പിന്നോക്കം പോകുന്നവൻ, മാറി നിൽക്കുന്ന, പിന്നാക്കം പോകുന്ന ആളെയും, അതേപോലെ തന്നെ വതവല്ല, തിരിഞ്ഞു കളയുന്നവനെയും. തിരിഞ്ഞു കളയുന്നവനെയും പിന്നോക്കം പോകുന്നവനെയും അത് വിളിക്കും. ഏത് വിളിക്കും? നരകം വിളിക്കും, ലളാ വിളിക്കും. മനസ്സിലായില്ലേ? നരകം വിളിക്കും. മാറിപ്പോകുന്ന, പിന്നോക്കം പോകുന്ന, പിന്തിരിഞ്ഞു പോകുന്നവനെ നരകം വിളിക്കുമെന്ന്. നരകം സംസാരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ, ഹദീസ് കൊണ്ടും ഖുർആൻ കൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നരകം സംസാരിക്കും എന്നുള്ളത്. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. സൂറത്തുൽ ഖാഫിൽ കാണാൻ സാധിക്കും, യൗമ നഖൂലു ലിജഹന്നമ ഹലിം തലഅത്, അല്ലേ, നീ നിറഞ്ഞോ എന്ന് നരകത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ് നാം ചോദിക്കുന്ന സന്ദർഭം. സൂറത്തുൽ ഖാഫ് ഓതുമ്പോൾ കാണാൻ സാധിക്കും, 30-ാമത്തെ വചനത്തിൽ. ആ സമയത്ത് നരകം പറയും, വതഖൂലു ഹൽ മിൻ മസീദ്. വതഖൂൽ ആരാണ്? നരകമാണ് പറയുന്നത്. ഹൽ മിൻ, അല്ല, ഇനിയുമുണ്ടോ, ഇനിയുമുണ്ടോ, ഞാൻ റെഡിയാണ്, എത്രയും ഉൾക്കൊള്ളാൻ ഞാൻ റെഡിയാണ് എന്ന് നരകം പറയുമെന്നാണ്. അതേപോലെ തന്നെ നരകത്തിൻ്റെ പിന്നെ ആർപ്പുകൾ, നരകത്തിൻ്റെ പിന്നെ ശബ്ദത്തെക്കുറിച്ചും ഷഹീഖ സൂറത്തുൽ മുൽക്ക് പറയുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെയുള്ള പിന്നെ നരകത്തിൻ്റെ ശബ്ദം, അതിൻ്റെ ചൂളം വിളി, ഇതൊക്കെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പം ഇവിടെ നരകം പിന്തിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ പിന്നാക്കം പോകുന്ന അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യും? നരകം വിളിക്കുമെന്നാണ്. തദ്ഉ മൻ അദ്ബറ. ലള നരകത്തിൻ്റെ പേരാണെന്ന് പറഞ്ഞല്ലോ, ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ആ നരകം വിളിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വജമഅ, അതേപോലെ തന്നെ വജമഅ, ജമഅ എന്ന് വെച്ചാൽ ഒരുമിച്ച് കൂട്ടി എന്നാണ് അർത്ഥം. ജമഅ, ഒരുമിച്ച് കൂട്ടി. ജമഅ യജ്മഉ, അതിലാണ് നമ്മൾ ഒരുമിച്ച് കൂടൽ, ജമാഅത്ത്, സംഘം എന്നുള്ള അർത്ഥം വരുന്നതിൽ നിന്നാണ് ജമഅ യജ്മഉ. അപ്പോ ജമഅ, അതേപോലെ തന്നെ ഔഅ എന്ന് വെച്ചാൽ, ഔഅ യുഇ എന്ന് വെച്ചാൽ സൂക്ഷിച്ചു വെച്ചു, ശേഖരിച്ചു വെച്ചു എന്നാണ് അർത്ഥം. ഔഅ, അതേപോലെ യുഇ,
ശേഖരിച്ചു വെച്ചു, പിന്നെ സൂക്ഷിച്ചു വെച്ചു എന്നൊക്കെയാണ്. അപ്പോൾ വജമഅ ഒരുമിച്ച് കൂട്ടുകയും അതേപോലെ തന്നെ സൂക്ഷിച്ചു വെക്കുകയും ശേഖരിച്ചു വെക്കുകയും ഒക്കെ ചെയ്യുന്ന. അപ്പൊ നരക ക്ഷണിക്കുന്നത് ആരൊക്കെയാണ്? അത്തരം ആളുകളുടെ ചില സ്വഭാവങ്ങളെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. അവന്റെ സ്വഭാവത്തിൽ എന്താണ്? അവൻ പിന്നെ പിന്തിരിഞ്ഞു പോകുന്നവനെയും പിന്നോക്കം പിന്തിരിഞ്ഞു പോകുക എന്ന് പറയുന്നത് അവിടെ എന്താണ്? സത്യത്തിൽ നിന്ന് മാറി നിൽക്കുക, സത്യം അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതാണ് പിന്തിരിഞ്ഞു പോകുക എന്നുള്ളത്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകളെ മുഴുവനും അവഗണിക്കുക, അനുസരണക്കേട് കാണിക്കുക, യഥാർത്ഥ ശരിയായ സത്യം മനസ്സിലാക്കിയിട്ടും അതിനെ പിന്നെ അതിൽ നിന്ന് മാറിപ്പോവുക, തെന്നിപ്പോവുക, ഇതൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ്? അവര് മറ്റൊരു സ്വഭാവം അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവര് ധനം ശേഖരിച്ചു വെക്കും, ഒരുമിച്ച് കൂട്ടുകയും എന്നിട്ടത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും, ശേഖരിച്ചു വെക്കുകയും ചെയ്യും. അത് ആർക്കും ഒന്നും കൊടുക്കൂല. അത് വലിയൊരു ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വലിയ ഒരു മോശ സ്വഭാവമായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ചില ആളുകൾ അങ്ങനെയാണ്. നമുക്കൊക്കെ അറിയുന്ന ചെറിയ സൂറയിൽ പറയുന്നുണ്ട്, സൂറത്തുൽ ഹുമസയില്, വൈലുൽ ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. കുത്തിപ്പറയുന്നവനും ഉറവാക്കുന്നവനുമായ എല്ലാവർക്കും നാശം. അത് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് അല്ലദീ, അതായത് ജമഅ മാലൻ വഅദ്ദദ, ധനം അത് പിന്നെ ഒരുമിച്ച് കൂട്ടുകയും എന്നിട്ട് എണ്ണിക്കണക്കാക്കുകയും ചെയ്യുന്നവൻ. അങ്ങനെയുള്ള ആളുകൾ, അവർക്കാണ് നാശം. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. അവൻ വിചാരിക്കുന്നത് എന്താണ്? അവന്റെ ആ ധനം അവനെ ശാശ്വതനാക്കുമെന്നാണ്, പെർമനന്റ് ആയിട്ട് ഇവിടെ തന്നെ നിലനിർത്തും എന്നാണ് അവൻ വിചാരിക്കുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ പിന്നെ ഹദീദിൽ കാണാൻ സാധിക്കും. ചില മനുഷ്യന്മാരുടെ ചില സ്വഭാവങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചില മനുഷ്യന്മാരുണ്ട്, അതിൽ അല്ലാഹു അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ. പിശുക്ക് കാണിക്കുകയും ജനങ്ങളോട് പിശുക്കിന് വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. മനുഷ്യന്മാർ അങ്ങനെയാണ്. എന്തെങ്കിലും ആരെങ്കിലൊക്കെ നന്മ കാര്യമൊക്കെ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ അത് ആളുകൾ ചില മുടക്കിക്കളയും. എന്തിനാ അപ്പം അങ്ങനെയൊക്കെ കൊടുക്കുന്ന പൈസ? അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, ഇഷ്ടം പോലെ പൈസയാണ് അവർക്കുള്ളത്. പിന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നന്മകൾ ചെയ്യാൻ, ഇപ്പോൾ അള്ളാഹിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ചെലവഴിക്കുന്ന ആരെങ്കിലും ചെലവഴിക്കുന്ന ഉടനെ അത് മുടക്കം ചെയ്യാൻ ചില ആളുകൾ മുന്നോട്ട് വരും. അതാണ് അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന. സ്വയം പിശുക്ക് കാണിക്കുകയും ചെയ്യുന്നുണ്ട്, അത് മറ്റുള്ളവരെ പിശുക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല വമൻ യതവല്ല, അത്തരം ആളുകളെ കുറിച്ച് അല്ലാഹു ആയത്തിൽ തന്നെ പറയുന്നുണ്ട്, വമൻ യതവല്ല, എന്നാൽ ഏതൊരുവൻ പിന്തിരിഞ്ഞു പോയോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അള്ളാഹു നൽകിയത് കൊടുക്കാതെ അത് മാറ്റിവെച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാ? അവൻ സമ്പന്നനാണ്, ധനാഢ്യനാണ്, പ്രതാപശാലിയാണ്. അതുകൊണ്ട് അവന് നിങ്ങളെ സമ്പത്തൊന്നും ആവശ്യമില്ല, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുകയും ശേഖരിച്ചു വെക്കുകയും ചെയ്യാം. ഒരെല്ലാം ഒരുമിച്ച് കൂട്ടുക, എന്നിട്ട് ഒന്നും കൊടുക്കാതെ വെക്കുന്നൊരവസ്ഥ ഉണ്ടാവുക. അപ്പോൾ അത്തരം ആളുകൾ, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നൽ ഇൻസാന, ഇന്ന തീർച്ചയായും, അല്ലെങ്കിൽ കാരണം, രണ്ടർത്ഥത്തിലും ഇന്ന ഉപയോഗിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ആരാണ് പിന്തിരിഞ്ഞു പോകുന്നത്, ആരാണ് പിന്നോക്കം പോകുന്നത്, ആരാണ് ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് ശേഖരിക്കുകയും ഒരുമിച്ച് കൂട്ടി വെക്കുകയും ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില മുഫ്സിറുകൾ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട് അടുത്ത ആയത്തുകളൊക്കെ. ഇന്നൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യൻ, അല്ലെ കാരണം മനുഷ്യൻ, ഖുലിഖ എന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. ഖലഖ എന്ന് വെച്ചാൽ സൃഷ്ടിച്ചു എന്ന്. ഖലഖ സൃഷ്ടിച്ചു, ഖുലിഖ സൃഷ്ടിക്കപ്പെട്ടു. അറബിയിൽ അതിന് മജ്ഹൂൽ എന്നാണ് പറയാം. കർത്താവിനെ കാണിക്കാതെ, അഥവാ പ്രവൃത്തി ചെയ്ത ആളെ കാണിക്കാതെ പിന്നെ ക്രിയ പറയുന്ന, വേർബ് പറയുന്ന ഇതിനാണ് മജ്ഹൂൽ എന്ന് പറയാം. അപ്പോൾ ഖുലിഖ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്.
അപ്പൊ തീർച്ചയായും മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടു. എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? ഹലൂ അൻ. ഹലൂ അൻ എന്ന് വെച്ചാൽ അക്ഷമനായിക്കൊണ്ട് എന്നാണ്, ക്ഷമകെട്ടവനായിക്കൊണ്ട്. ഹല ഹല എന്നുള്ളതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ശരിക്കും ഭീരുവാവുന്നതിന് പറയും. അതേപോലെ തന്നെ പിന്നെ ഈ അക്ഷമനാവുന്നതിനെ കുറിച്ച്, വിഭ്രാന്തി കാണിക്കുന്നതിനെ കുറിച്ച്, അതിനൊക്കെ ഹല എന്ന് പറയും. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അക്ഷമനായിക്കൊണ്ടാണ്. ക്ഷമിക്കാൻ കഴിയാത്ത ഒന്നിനെയും പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള അവസ്ഥയെക്കുറിച്ച്, മനുഷ്യന്റെ കുറിച്ച് പറയുന്നത്. ചില ആളുകൾ അത് വല്ലാത്തൊരു ഇതാണ്. അതേപോലെ തന്നെ വേവലാതി പറയുക, എന്തും ഏതും പിന്നെ ആവലാതിയും വേവലാതിയും പറയുന്ന ആളുകൾ, അതിന് ആ അർത്ഥത്തിനും ഹലു എന്ന് പറയും. എന്ന് വെച്ചാൽ അറബി ഒരു പദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ചില പണ്ഡിതന്മാർ അത് വ്യത്യസ്തമായ അതിൻ്റെ വിശദീകരണങ്ങൾ വ്യത്യസ്തമായ രൂപത്തിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. അവിടെ ചുരുക്കം പറയുകയാണെങ്കിൽ മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അവൻ അക്ഷമനായിക്കൊണ്ടാണ്. വേവലാതി പറയുന്ന ഒന്നിനെയും ക്ഷമിക്കാൻ കഴിയാത്ത രൂപത്തിൽ. ഇപ്പോൾ ഖുർആൻ തന്നെ ചില മനുഷ്യന്റെ വ്യത്യസ്തമായ അവന്റെ സ്വഭാവങ്ങളെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. സൂറത്തുൽ അംബിയായിൽ കാണാൻ സാധിക്കും. പിന്നെ ഖുലിഖൽ ഇൻസാനു മിൻ അജൽ എന്ന് കാണാൻ സാധിക്കും. അജൽ, മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പിന്നെ ധൃതി പിടിക്കുന്ന അവസ്ഥയിൽ, അഥവാ ധൃതി കൂട്ടുന്നവനായിക്കൊണ്ട്. എപ്പോഴും ഒരു ബേജാറ് കളിക്കുന്ന അവസ്ഥ, ധൃതി കൂട്ടുന്ന. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ടല്ലോ, അൽ അജ്ലത്തു മിനശ് ശൈത്വാൻ എന്നാണ്. ഈ അനാവശ്യമായ ധൃതി ഉണ്ടല്ലോ, അത് പിശാചിൽ നിന്നാണ്. ചില ആളുകൾ ഈ റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ചില ആളുകൾ കാണിച്ചല്ലേ, അത് ചില ആളുകൾക്ക് വല്ലാത്ത ധൃതി കാണിക്കും. എന്നിട്ട് എന്തെങ്കിലും അപകടം വരുത്തും, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ഫൈൻ വാങ്ങിക്കും. അങ്ങനെ ഇങ്ങനെ എല്ലാം കൂടെ ആയി എന്നിട്ട് അവസാനം സിഗ്നലിൽ പോയിട്ട് അവിടെ നിൽക്കും. ഇതിനാണ് ശരിക്കും നമ്മൾ ഇങ്ങനെല്ലാം കളിച്ചാൽ നമ്മൾ ആകെ എത്ര സമയം നിങ്ങൾ ഒന്ന് കൗണ്ട് ചെയ്താൽ മനസ്സിലാക്കും. നമ്മൾ കൂടി വന്നൊരു 5 മിനിറ്റ് ആയിരിക്കും നേരത്തെ നമുക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ചില ആളുകൾ മറ്റൊരാളെ അവർ ഓവർടേക്ക് ചെയ്യുന്നോ, അല്ലെങ്കിൽ ഒരു ചെറിയ വിഷയങ്ങൾക്ക് പോലും അവർ വല്ലാതെ അസ്വസ്ഥരാകുന്നത് കാണാൻ സാധിക്കും. വേണ്ടാതെ ധൃതി, പല കാര്യത്തിലും അനാവശ്യമായ ധൃതി കാണിക്കൽ. ഇപ്പം ആവശ്യമായ പല ധൃതി കാണിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാം. മനുഷ്യന്റെ അപകടങ്ങളും വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് രക്ഷാപ്രവർത്തനം കാര്യങ്ങൾ അങ്ങനെയൊക്കെ അത് ധൃതി കൂട്ടേണ്ട കാര്യങ്ങളുണ്ടാവും. പക്ഷെ അനാവശ്യമായ ധൃതി വരുന്നതൊക്കെ എന്താണ്? അത് പിശാചിൽ നിന്നാണ് അല്ലാഹു റസൂൽ പറഞ്ഞിട്ട്. അപ്പൊ മനുഷ്യനെ ധൃതി കൂട്ടുന്നവനായിക്കൊണ്ട് അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. ചില ആളുകൾക്കുള്ള ഒരു സ്വഭാവമാണത്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റു സ്ഥലത്ത് സൂറത്തുൻ നിസായിലാണ് എൻ്റെ ഓർമ്മ, ഖുലിഖൽ ഇൻസാന ളഈഫ എന്ന് പറയുന്നത്. മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പിന്നെ ദുർബലനായിക്കൊണ്ടാണ്. മനുഷ്യന്റെ കഴിവുകൾ നമ്മൾ വല്ലാതെ എല്ലാ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും മനുഷ്യന് മറ്റുള്ള ജീവികളെക്കാളേറെ പല കാര്യത്തിനും കഴിവ് എത്രയോ കുറവാണ്. നമുക്ക് മനുഷ്യനേക്കാളേറെ ആയുസ്സുള്ള ജീവികളുണ്ട്, മനുഷ്യനേക്കാളേറെ കാഴ്ചയുള്ള ജീവികളുണ്ട്, മനുഷ്യനേക്കാളേറെ പിന്നെ കേൾവി ശക്തിയുള്ളതുണ്ട്. അതേപോലെ മനുഷ്യനേക്കാളേറെ മണത്തറിയാനുള്ള കഴിവ് ഉള്ള ജീവികളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ കഴിവുകൾ പല ജീവികളുണ്ട്. പക്ഷെ മനുഷ്യൻ അള്ളാഹു ബുദ്ധി കൊടുത്ത് ആദരിച്ചു എന്നുള്ളതാണ് ശരി. അപ്പൊ ഇവിടെ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ, അക്ഷമനായിക്കൊണ്ടായി, വേവലാതി പറയുന്നവനായിക്കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അതെന്താണ്? അതിന്റെ മറ്റു 2 വശങ്ങളും കൂടി അള്ളാഹു പറയുന്നു. ഇദാ മസ്സഹു ശർറു ജസൂഅ, ഇദാ മസ്സഹു ശർറു, മനുഷ്യന് മസ്സ യമസ്സു എന്ന് വെച്ചാൽ ബാധിക്കുക എന്നാണ് അർത്ഥം. ഇദാ മസ്സഹു, അവനെ ബാധിച്ചാൽ, അഷർറ്, ഷർറ് അവനെ ബാധിച്ചാൽ. ഷർറ് എന്ന് വെച്ചാൽ എന്താ? ഷർറ് എന്ന് വെച്ചാൽ തിന്മ, പിന്നെ ദോഷം, അതിനൊക്കെയാണ് ഷർറ് എന്ന് പറയാം. അപ്പൊ മനുഷ്യനെ ഒരു ഷർറ് ബാധിച്ചാൽ അവൻ എന്തായിരിക്കും? അവന് ജസൂഅൻ. ജസൂഅ എന്നുള്ളത് ശരിക്കും പിന്നെ ക്ഷമകെട്ടവൻ എന്ന് തന്നെയാണ് അർത്ഥം. സബറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ജസഉൻ സബറുൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പറയാറുള്ളത്.
അപ്പൊ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇദാ മസ്സഹു ഷർറു, ഇദാ മസ്സഹു ആരെ, ഇന്നൽ ഇൻസാൻ, തൊട്ട് മുകളിൽ ഇൻസാൻ പറഞ്ഞല്ലോ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഷർറ് ബാധിച്ചാൽ, അവന് വല്ല ദോഷവും അവന് വല്ല തിന്മയും അവന് വല്ല വിപത്തും ഒക്കെ ബാധിക്കുകയാണെങ്കിൽ ജസൂഅൻ, അവൻ ക്ഷമകെട്ടവനായിട്ടാണ് ഉണ്ടാവുക. ജസൂഅ, അതായത് തനിക്ക് വല്ല ദോഷവും ബാധിച്ചാൽ അവൻ ക്ഷമകെട്ടവനായിരിക്കും. എന്നാലോ വഇദാ മസ്സഹുൽ ഖൈർ, വഇദാ മസ്സഹു, അതോടൊപ്പം തന്നെ അള്ളാഹു പറയുന്നു മസ്സഹുൽ ഖൈർ, അവന് ഖൈർ ബാധിക്കുകയാണെങ്കിലോ വല്ല ഗുണം ബാധിക്കുകയാണെങ്കിലോ, ഷർറിന്റെ ഓപ്പോസിറ്റ് ആണ് ഖൈർ എന്നുള്ളത്. എന്തെങ്കിലും നന്മ ബാധിക്കുകയാണെങ്കിലോ മനൂഅൻ, അവനത് മുടക്കുന്നവനായിരിക്കും. അപ്പൊ എന്താണ് അതിൽ മനസ്സിലാക്കേണ്ടത്? മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു, ഷർറ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഷർറുകൾ മനുഷ്യനുണ്ടാവാം. ഇപ്പോൾ സമ്പത്തിന്റെ കുറവ്, അതൊരു പരീക്ഷണമാണ്, അതൊരു പ്രയാസമുള്ള കാര്യമാണ്, അതൊരു വിഷമമുള്ള കാര്യമാണ്. ആരോഗ്യത്തിനുള്ള പ്രശ്നം, സാമ്പത്തികമായ പ്രശ്നം, മക്കളിലും അതേപോലെ മറ്റു പല വിഷയങ്ങളും, അങ്ങനെ പലതരത്തിലും അള്ളാഹു മനുഷ്യന് പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. തീർച്ചയായും മനുഷ്യനെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും, ഉറപ്പായിട്ടല്ല പറയാം. പരീക്ഷണത്തിന് വിധേയമാവാത്ത ഒരു മനുഷ്യരുണ്ടാവുക. അത് അള്ളാഹ് പറയും, നിങ്ങളെല്ലാവരും പരീക്ഷിക്കും. വിശപ്പ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭയം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കച്ചവടത്തിലെ നഷ്ടങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കൃഷിയിലുള്ള നഷ്ടമായിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള നഷ്ടങ്ങൾ, ദേഹം കൊണ്ടുള്ള നഷ്ടമായിരിക്കാം, ഇഷ്ടപ്പെട്ട ആളുകളെ മരിപ്പിച്ചായിരിക്കാം, പല രൂപത്തിൽ നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. അത്തരം സമയത്ത് ഫബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമാലുക്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഓരോ മനുഷ്യരെയും കാണുമ്പോൾ ഓർക്ക് എന്തൊരു സുഖ, ഇവർക്ക് എത്ര സുഖ, എല്ലാവരും ഭയങ്കര, നമ്മൾക്ക് മാത്രം പ്രശ്നം നമ്മൾ വിചാരിക്കാറുള്ളൂ. ഓരോരുത്തര മേഖലയിൽ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ട് പരീക്ഷണം. അപ്പൊ ആ പരീക്ഷണങ്ങൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവൻ എന്തായിരിക്കും? ഇവന് വല്ലാത്ത സഹികെട്ടവനായിക്കൊണ്ട്, ക്ഷമിക്കാൻ കഴിയാതെ അക്ഷമനായിക്കൊണ്ട് അവനെ നിനക്ക് കാണാം. ഇനി അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറ് കൊടുക്കുകയാണെങ്കിലോ, ഖൈറ് കൊടുക്കാന്നപ്പോ സമ്പത്ത്, അല്ലെ, സമ്പത്ത് കൊടുക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ അവൻ ആരോഗ്യം കൊടുക്കുകയാണെങ്കിൽ, അവൻ അറിവ് കൊടുക്കുകയാണെങ്കിൽ, ഇതൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്, നിഅമത്തുകളാണ്, ഖൈറാണ്. പക്ഷെ ഇതൊക്കെ അവൻ എന്തായും അത് മുടക്കുന്ന അവസ്ഥ, അത് ആർക്കും കൊടുക്കാതെ അത് ഒളിപ്പിച്ചു വെക്കുന്ന അവസ്ഥയും അവനുണ്ടാവും. സമ്പത്ത് എത്രയോ മനുഷ്യന്മാർക്ക് അള്ളാഹു എത്ര കൊടുത്തിട്ട് അത് ഒട്ടും നന്മക്ക് വേണ്ടി ചെലവഴിക്കാത്ത എത്രയോ മനുഷ്യന്മാരുണ്ട്. അവസാനം അവർക്ക് തന്നെ ഒന്നും ഉപകാരപ്പെടാതെ ചില മനുഷ്യന്മാരൊക്കെ എത്രയോ സമ്പത്ത് കൂട്ടി വെച്ച് ലാസ്റ്റ് ഒരു ഉംറക്ക് പോവാൻ, ഒരു ഹജ്ജിന് പോവാൻ, ഇതിനൊന്നും അവർ പൈസ അത്രയും നഷ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ്. എന്നിട്ട് എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ദുഖാനിലൊക്കെ പറഞ്ഞതുപോലെ, ഇത് ഖൗമുൻ ആഖിരീൻ, വേറെ ആൾക്ക് അള്ളാഹു മാറ്റി കൊടുക്കും. അനന്തരാവകാശമായിട്ട് അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് സ്വത്ത്? എന്നിട്ട് അവന്റെ മക്കൾ, ഇവൻ സമ്പാദിച്ച് ഈ സ്വത്ത് കൊണ്ട് മക്കൾ ദൂർത്തടിക്കുക, നശിപ്പിക്കുക. അങ്ങനത്തെ എത്രയോ അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഈ ഒരു മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്ന സമയത്ത്, ആ പരീക്ഷണങ്ങൾ എന്നുള്ളത് രണ്ട് തരത്തിലുമാവാം പരീക്ഷണം. ആ രണ്ട് പരീക്ഷണത്തിലും, നന്മയാവട്ടെ തിന്മയാവട്ടെ, ആ രണ്ടിലും ഒരു സത്യവിശ്വാസിക്ക് വിജയിക്കാൻ കഴിയും. ചില ആത്മീയമായ രൂപത്തിലുള്ള വളർച്ചയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൽ വിജയിക്കാൻ പറ്റും. അപ്പോൾ അവിടെ എന്ത് വരൂല? എന്ന് പറഞ്ഞ അവസ്ഥ വരൂല. ഒരുമിച്ച് കൂട്ടി ആർക്കും കൊടുക്കാതെ അത് ശേഖരിച്ചു വെക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. അവനെ യഥാർത്ഥമായ അവന്റെ ഈമാനികമായ കൃത്യമായ വളർച്ചയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തെങ്കിലും ഒരു ഷർറ് വരുന്ന സമയത്ത് അവനെ അക്ഷമനായിക്കൊണ്ട്, അവൻ പ്രയാസപ്പെടുന്നവനായിക്കൊണ്ട്, ചിലപ്പോൾ ആളുകളെ എന്തെങ്കിലും പരീക്ഷണമാവുമ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന്, റബ്ബിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യന്മാരെ കാണാൻ സാധിക്കും. അള്ളാഹുവിനെ ചീത്ത പറയുന്ന ആളുകൾ, അല്ലേ? പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്തൊക്കെ നിങ്ങൾ കണ്ടു. ഇപ്പോൾ വയനാട് ദുരന്തമൊക്കെ ഉണ്ടായ സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ വളരെ അക്ഷമനായിക്കൊണ്ട്, വളരെ ക്ഷമിക്കാൻ കഴിയാത്ത രൂപത്തിൽ മനുഷ്യന്മാർ അങ്ങനെ ഇടപെടുന്ന ആളുകളെ കാണാൻ സാധിക്കും. രണ്ടാമത്തത്, മനുഷ്യൻ നന്മ അള്ളാഹു കൊടുക്കുകയാണെങ്കിലോ ആ നന്മക്ക് നന്ദി കാണിക്കണ്ടേ? അത് ചെയ്യാതെ
അതിന് പോലും എന്ത് ചെയ്യുക, അത് മുടക്കം ചെയ്യുക, അത് തടസ്സമാക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വയം അത് അവർ ലുബ്ധത കാണിക്കുകയും മറ്റുള്ള ലുബ്ധത പിന്നെ പിശുക്കിന് വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാർ. ഇതൊക്കെ ഇപ്പൊ മുസ്ലിം നാമധാരികളായ ആളുകളിലൊക്കെ കാണുന്ന സ്വഭാവം തന്നെയാണത്. കാരണം അവരുടെ ഈമാൻ ചില മേഖലകളിൽ മാത്രമേ വളർന്നിട്ടുള്ളൂ. അതുകൊണ്ട് എന്തായിരിക്കും, ആ ഒരു മേഖലയിൽ മാത്രം ചില ആളുകൾ നിസ്കാരമൊക്കെ കാണാൻ സാധിക്കും. പക്ഷെ നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹു പറഞ്ഞ ആ ഒരു തലത്തിലുള്ള നിസ്കാരമല്ല അത്. കൃത്യമായ നിസ്കാരമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി വരുന്ന ആയത്തുകൾ നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്താണ്. അപ്പൊ അത് നമുക്ക് വിശദീകരിക്കേണ്ടതാണ്. കൃത്യമായ രൂപത്തിലുള്ള റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള നിസ്കാരമാണെങ്കിൽ അവരിൽ ഈ പറഞ്ഞ ചീത്ത സ്വഭാവങ്ങളൊന്നും ഉണ്ടാവില്ല. അവരുടെ മനസ്സ് ശുദ്ധമായിരിക്കും. അവരെല്ലാ തിന്മകളിൽ നിന്ന് മുക്തമായ ജീവിതമായിരിക്കും. അതില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിത്തീരുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ നരകം എന്തായാലും പിന്തിരിഞ്ഞു പോയ, അല്ലെങ്കിൽ പിന്നെ പിന്നോക്കം പോയ, മാറി നിന്ന അത്തരം ആളുകൾ, തിരിഞ്ഞു കളഞ്ഞവനൊക്കെ എന്ത് ചെയ്യും, നരകം വിളിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നരകം വിളിക്കും. എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ, റബ്ബ് ഇഷ്ടപ്പെട്ട അള്ളാഹു പറഞ്ഞ മാർഗത്തിലൂടെ ഒന്നും റബ്ബ് കൊടുത്ത സമ്പത്തിൽ നിന്ന് അത് പിശുക്കി വെക്കുന്നത്. അതാണ് അള്ളാഹു ഖുർആനിൽ പറയുമ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും. ഖുർആനിലൊക്കെ പറയുന്നത് മിക്ക സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ ഒരു പ്രയോഗം, അംഫിക്കും മിമ്മാ റസഖ്നാക്കും, നാം നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ കൊടുക്കുന്ന പറഞ്ഞു. അള്ള തന്നിട്ടാണ് നമ്മളെ കയ്യിലുള്ളതൊക്കെ പൈസ. അള്ള തരാത്തൊരു പൈസ നമ്മളെടുത്തില്ല. നിങ്ങൾ ഉണ്ടാക്കിയിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്നല്ല പറയും, ഞാൻ തന്നതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ അള്ള നമ്മളെ തൽക്കാലം ഏൽപ്പിക്കപ്പെട്ട ഒരു സാധനമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. അത് അള്ളാഹു തന്നതാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതിൽ ചെലവഴിക്കാൻ തോന്നും. അല്ലെങ്കിൽ നമുക്ക് ചിലവഴിക്കാൻ തോന്നൂല. അതങ്ങനെ തന്നെ വെക്കും. അപ്പൊ നമുക്ക് ഉപകാരപ്പെടുന്ന അവസ്ഥയിലേക്ക് ആ സമ്പത്തിനെ നമുക്ക് മാറ്റാൻ കഴിയണം. അപ്പോൾ ഈ ഒരു അർത്ഥത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തുകളിലൂടെ നമ്മുടെ മനസ്സിന്റെ ഈമാനികമായ എല്ലാ തലങ്ങളിലും അത് കൃത്യമായ ഒരു വളർച്ച ഉണ്ടാവുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആയത്തുകൾ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മെ സ്വാധീനിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ വാക്കുകളാണ്. ആ അള്ളാഹുവിന്റെ വാക്കുകളെ അത് കൃത്യമായി അതിനുള്ള വില കൽപ്പിക്കാൻ, കൃത്യമായി അതിനെ അള്ളാഹു പറഞ്ഞ വാക്കുകളെ അനുധാവനം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അള്ളാഹു പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. റബ്ബിനെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടുന്നവരുടെ കൂടെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കാനും ഹലാലായ മാർഗത്തിലൂടെ ചെലവഴിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളെ ഏർപ്പാടിലും ഇടപാടിലും എല്ലാറ്റിലും കുടുംബത്തിലും ഒക്കെ അള്ളാഹു അവന്റെ ഖൈറും ബർക്കത്തും ചൊരിയുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹു ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.